വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫ് സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി ഗവൺമെന്റിന്റെ ബി ടീം ആവുകയാണ്. വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നടന്ന ചില തന്ത്രപ്രധാനമായ അഴിച്ചുപണികൾ കാണുമ്പോൾ സാധാരണക്കാരന് പോലും ഈ സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. സംഭവങ്ങളുടെ എല്ലാം തുടക്കം ഡോക്ടർ രത്തൻ യു കേൽക്കറിൽ നിന്നാണ്. യു.ഡി.എഫിന് 100-ലധികം സീറ്റുകൾ നൽകി അധികാരത്തിലെത്തിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു അദ്ദേഹം. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞ ഉടനെ രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിക്കാൻ സർക്കാർ കാണിച്ച അമിതാവേശം എന്തിനായിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സ്വന്തം ഓഫീസിലേക്ക് മാറ്റുന്നത് ജനാധിപത്യ മര്യാദയാണോ? പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ബി.ജെ.പി സർക്കാർ ചീഫ് സെക്രട്ടറി ആക്കിയപ്പോൾ അതിനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനുള്ള പ്രതിഫലം എന്ന് വിളിച്ച് ആക്ഷേപിച്ച കോൺഗ്രസ് കേരളത്തിൽ ചെയ്തത് മറ്റൊന്നല്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ യു.ഡി.എഫിന് പറ്റുന്നുണ്ടോ? തിരക്കഥ അവിടെയും തീരുന്നില്ല. മറ്റൊരു വശത്ത് മുൻപ് സസ്പെൻഷനിലായിരുന്ന ബി അശോക് IAS തിരികെ വിളിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കുന്നു. ആരാണ് ഈ ബി അശോക്? ഗവർണറുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥൻ. ഈ നിയമനത്തിന് തൊട്ടു പിന്നാലെയാണ് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ RSS അനുകൂല അധ്യാപക സംഘടനയിലെ നേതാവിനെ ഗവർണർ താൽക്കാലിക VC ആയി നിയമിക്കുന്നത്. മുൻപ് ഗവർണറുടെ ഇത്തരം കാവ്യവൽക്കരണ നീക്കങ്ങളെ കോടതിയിൽ വരെ ചോദ്യം ചെയ്തിരുന്ന സ്ഥാനത്ത് പുതിയ യു.ഡി.എഫ് സർക്കാർ ഗവർണർക്ക് മുൻപിൽ പൂർണ്ണമായും കീഴടങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മുൻപ് LDF ഭരണകാലത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോൾ CPM BJP ഒത്തുകളി എന്ന് ആർത്തു വിളിച്ചവരാണ് ഇന്നത്തെ ഭരണപക്ഷം. എന്നാൽ ഇന്ന് കേന്ദ്ര പദ്ധതിയായ PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കുന്നതിലും രാജ്ഭവന്റെ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്നതിലും യു.ഡി.എഫ് കാട്ടുന്ന മൗനം അത് വലിയൊരു അന്തർധാരയുടെ സൂചനയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയന്നാണോ അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ? എന്തിനു വേണ്ടിയാണ് ഈ വിട്ടുവീഴ്ചകൾ? ഭരണപരമായ അഴിച്ചുപണികൾ സാധാരണമാണ് എന്ന് പറഞ്ഞ് സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. കാരണം ഉന്നത ഉദ്യോഗസ്ഥ കസേരകളിലെ ഈ കളി ജനാധിപത്യ പ്രക്രിയകളെയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും ബാധിക്കുന്നതാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.